வீசி கட்டி போடும் காதலி கண்ணு ரெண்டு முத்தம் கேக்குது. ഇതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു. അവൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അതിന് ടെൻഷനായിരുന്നു. ഇവർ രണ്ട് ആൺപിള്ളേരാണല്ലോ. പല കാര്യങ്ങളും ഞങ്ങൾ മുഖത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല, പല ഞങ്ങൾ വാട്സാപ്പിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ അവനെന്നെ ഭയങ്കര കാര്യമാണ്, അതേപോലെ എനിക്ക് നല്ല കാര്യമാണ്. പക്ഷെ അവൻ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഒരു ബ്രദർ ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇതെല്ലാം എനിക്ക് മാറിയത് അവൻ കൂടെ വന്നത് പിന്നെയാണ്. കുട്ടിക്കാലത്ത് ഞങ്ങൾ എപ്പോഴും തല്ലായിരുന്നു. അച്ഛൻ ആർമിയിലായിരുന്നു, അപ്പോൾ ആ സമയത്ത് അമ്മയായിരുന്നു ഞങ്ങൾ നോക്കിണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പണിയായിരുന്നു, കാരണം എപ്പോൾ നോക്കിയാലും തല്ലാണ്. ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്. എന്ത് കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കും, ചോദിക്കും. എല്ലാ കാര്യത്തിലും എന്നൊക്കെ എന്താണ് മുമ്പേ ചെയ്യുന്നവനാണ്. ബൈക്കായാലും അതെ, സ്കൂട്ടറായാലും അതെ, കാറായാലും അതെ. ഇൻഫാക്ട് നല്ല ജോലി കിട്ടിയത് അവനാണ് ആദ്യം. എല്ലാ കാര്യത്തിലും നമ്മൾ എടുക്കുന്നത് സ്വന്തം ചേട്ടനെ പോലെ. ചേട്ടൻ ചേച്ചി ഭയങ്കര ലക്കിയാണ്. உன்னோடு இருக்கிறவன் கூட நடக்கும்போது மழையெல்லாம் நனைஞ்சு போகுது. கண்ண வீசி கட்டி போடும் காதலி கண்ணு ரெண்டு முத்தம் கேக்குது. கொஞ்சி பேசி கூறு போட்டு போரடி துண்டு துண்டா ஆசை கூடுது. அடடா எனக்கு என்ன ஆகுது, தினம் போகும் வழியெல்லாம் இப்ப மறந்து போகுது. தனியா நான் நிற்கும் போதெல்லாம் ஓ என்னோ மட்டும்தான் நிற்காம போத ஏறுது. சாரதுல நானா விழுகிற நீ பேசி சிரிக்கையில் ஒவ்வொருத்துல உரையிற வாழ்க்கை வாழத்தான் உன்னோடு இருக்கிறவன் கூட நடக்கும்போது மழையெல்லாம் நனைஞ்சு போகுற. கண்ண வீசி கட்டி போடும் காதலி கண்ணு ரெண்டு முத்தம் கேக்குதே.